പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെരമ്യാ പ്രവചനം 32 അധ്യായം 27 വാക്യം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. സകലത്തിൻ്റെയും ഉടയവനായ, സകല സൃഷ്ടികളുടെയും ഉടയവനായ, സകലത്തെയും തൻ്റെ വായിലെ വാക്കിനാൽ ഉണ്ടാക്കിയ അത്ഭുതമന്ത്രിയും വീരനായ ദൈവവുമായവൻ, അവൻ ഇന്ന് രാവിലെയും കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നത് താൻ ഒരു ജാതിയുടെ ദൈവമെന്നല്ല, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് വിധത്തിലുമുള്ള മനുഷ്യരായിക്കോട്ടെ, അവരുടെയൊക്കെയും ദൈവമായ യഹോവയാകുന്നു. ഒരുപക്ഷെ നാം ആയിരിക്കുന്നത് ഇന്ന പ്രദേശത്തായിരിക്കാം, ലോകത്തിൻ്റെ ഒരു ഭാഗത്തായിരിക്കാം. എന്നാലും കർത്താവ് പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. എന്നിട്ട് ദൈവം ചോദിക്കുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? മനുഷ്യർ പലതും പറഞ്ഞ് അവരുടെ ദൈവങ്ങൾക്ക് പരിധിയിടും. ഇന്ന ദേശത്തിൻ്റെ ദൈവം, ഇന്ന കുലത്തിൻ്റെ ദൈവം, ഇന്ന ജാതിയുടെ ദൈവം, ഹല്ലേലൂയ, ചെറുപ്പക്കാരുടെ ദൈവം, വലിയവരുടെ ദൈവം എന്നൊക്കെ പറഞ്ഞ് വലിയ അതിരുകൾ ഉണ്ടാക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ഒരു ജാതിയുടെയും ദൈവമല്ല, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്കൊരു കാര്യവും അസാധ്യമല്ല. ഈ ഭൂമിയിൽ എത്ര കോടി മനുഷ്യരുണ്ടോ അത്രയും കോടി മനുഷ്യരുടെ സകല ആവശ്യങ്ങൾക്കും കർത്താവ് മതിയായവനത്രേ. പലപ്പോഴും മനുഷ്യർ പലതും പറഞ്ഞ് നമുക്ക് പരിധികളെ വെക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം എല്ലാ പരിധികളെയും തമ്പുരാൻ പൊളിച്ചിട്ട് ചോദിക്കുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രിയരെ, ജീവിതത്തിൽ പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നെന്നിരിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, പുത്രോൽപാദന ശേഷി കഴിഞ്ഞപ്പോൾ പലരും സാറയോട് ചോദിച്ചു, സാറയെ, നിനക്കെങ്ങനെ ഒരു അമ്മയാകാൻ കഴിയും? നിനക്കെങ്ങനെ ഒരു കുഞ്ഞിനെ ഹല്ലേലൂയ ഗർഭം ധരിക്കാൻ സാധിക്കും? അതിനുള്ള സാഹചര്യം കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. എന്നാൽ സാറയെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്കൊരു കാര്യവും അസാധ്യമല്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്, ഹല്ലേലൂയ, ഏറ്റവും ക്ഷീണിച്ചു പോയ, ഹല്ലേലൂയ, ഏറ്റവും പ്രായമായ ഒരു സാറയിൽ നിന്ന് ഒരു തലമുറയെ ഉണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. അതുപോലെ ഇതാ മറിയയുടെ ചരിത്രം നോക്ക്. മറിയ ചോദിക്കുന്നു, കർത്താവേ, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ ഗർഭിണിയാകും? ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് വചനം കേട്ട് ഇതുപോലെ ചോദ്യം ചോദിക്കുന്ന നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രായം ദൈവത്തിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ ചുറ്റുപാടുകൾ ദൈവത്തിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രശ്നമല്ല. അവൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. അവൻ ഒരു കാര്യവും അസാധ്യമല്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന് പുതിയത് ചിലത് സൃഷ്ടിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ, വേദപുസ്തക ചരിത്രം വായിക്കുമ്പോൾ ഒരു ജോലി ചെയ്യാനുള്ള കഴിവ് നോക്ക്. പലരും പറയും, ഈ പ്രായത്തിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പ്രായത്തിൽ ഈ ജോലിക്ക് നിങ്ങൾക്ക് ആരോഗ്യമില്ല, നിങ്ങൾക്ക് ബലമില്ല. യെരമ്യാവ് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാനൊരു ബാലനാ, എന്നെക്കൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എനിക്കിത് ചെയ്യാനുള്ള കഴിവില്ല. കർത്താവ് തിരിച്ച് യെരമ്യാവിനോട് പറയുന്നത്, നീ ബാലനെന്ന് പറയരുത്, നിൻ്റെ അമ്മയുടെ ഉദരത്തിലെ നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം ഞാനാ. ഹല്ലേലൂയ. പ്രിയരെ, ഒരു പക്ഷേ ലോകം പറഞ്ഞു കാണും, നിനക്ക് പ്രായമായിട്ടില്ല, നിന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, നിന്നെക്കൊണ്ട് ഇത് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി എന്നിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ അതിനെ അതിജീവിച്ചിട്ട് കർത്താവ് പറയുന്നു, നിന്നെക്കൊണ്ട് ഇത് തികയ്ക്കാൻ എനിക്ക് സാധിക്കും. ദാവീദ് യുദ്ധകളത്തിൽ ചെന്നപ്പോൾ അവൻ്റെ സഹോദരന്മാർ പറഞ്ഞു, നീ ഹല്ലേലൂയ പട കാണാൻ വന്നതാ, നീ എന്തിനാ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഹല്ലേലൂയ ആക്ഷേപ വാക്കുകൾ പറഞ്ഞു. പ്രിയരെ, അതിൻ്റെ നടുവിൽ ദൈവം അവനെ മാനിച്ചു. ഹല്ലേലൂയ. 85-ാമത്തെ വയസ്സിൽ പ്രായം കഴിഞ്ഞിട്ടും ഇതാ കാലേബ് പോയി പറയുന്നു, ഹല്ലേലൂയ, ഈ പ്രായത്തിലും ഈ ഹെബ്രോൻ പിടിക്കാൻ എനിക്ക് കഴിവുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഈ മല എനിക്ക് വേണം. ഹല്ലേലൂയ. 80-ാം വയസ്സിൽ ദൈവം മോശയെ വിളിച്ച് തൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിൻ്റെ പ്രായം, നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ ദൈവത്തിന് പ്രശ്നമല്ല. എൻ്റെ ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. പ്രിയരെ, ജീവിത
ജീവിതത്തിൽ സമാധാനമില്ലാത്ത സ്ഥാനത്ത് കർത്താവ് പറയുന്നു, സമാധാനത്തെ തരാൻ ഞാൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. നിങ്ങൾക്ക് തൃപ്തിയില്ലാത്ത സ്ഥാനത്ത് ദൈവം പറയുന്നു, ഞാൻ ദീർഘായുസ് കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി തരും. ഹല്ലേലൂയ. ഞാൻ നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഏത് ജീവിത സാഹചര്യത്തിലായിക്കോട്ടെ, ഏത് കുടുംബത്തിലായിക്കോട്ടെ, ഏത് ദേശത്തിലായിക്കോട്ടെ, എൻ്റെ ദൈവം നിങ്ങളോട് ഇന്ന് പകൽക്കാലം കർത്താവ് ഇതേ ദൂത് കൈമാറുന്നു. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്കൊരു കാര്യവും അസാധ്യമല്ല. നല്ല പിതാവേ, ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഇവരെ ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവേ നീ നടത്തണം. അങ്ങയുടെ മഹത്വം ഇവരിലൂടെ വെളിപ്പെടണം. ഇവരുടെ ജീവിതത്തിൻ്റെ ഏതാവശ്യത്തിലും കർത്താവ് ഇടപെട്ടിട്ട് ഇതേ ചോദ്യം തമ്പുരാൻ ചോദിക്കുന്നതിനാൽ സ്തോത്രം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്കൊരു കാര്യവും അസാധ്യമല്ല. കർത്താവേ, ഇന്ന് പകൽക്കാലം അസാധ്യമെന്ന് പറഞ്ഞത്, കഴിയത്തില്ലെന്ന് പറഞ്ഞത്, ആരോഗ്യം കൊണ്ട്, ഹല്ലേലൂയ, പ്രായം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, തൻ്റെ ചുറ്റുപാടുകൾ കൊണ്ട്, തൻ്റെ കണക്ഷൻ കൊണ്ട് പറ്റത്തില്ലെന്ന് ശത്രു പറഞ്ഞ ചിലതിനെ അങ്ങ് സാധ്യമാക്കി ദൈവം ഇവരെ മാനിക്കണം. ദൈവം ഇവരെ ഉയർത്തണം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.